കൗൺസിലറുടെ ഓഫീസ് വെറും ശൂന്യമാക്കിക്കൊണ്ട് ഫയലുകൾ ടോയ്ലറ്റിൽ വെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അല്ല ഈ വിവാദത്തിൽ തീർച്ചയായിട്ടും പ്രശാന്ത് തലവെച്ച് കൊടുക്കാൻ പാടില്ലായിരുന്നു. അതെ, പ്രശാന്തിനോട് ശ്രീരേഖ എന്ന മാഡം പറഞ്ഞത് വളരെ സ്നേഹപൂർവ്വമാണെന്നാണ് പറയുന്നത്. കാരണം എനിക്ക് ആ ഓഫീസ് പൂർണ്ണമായിട്ട് കിട്ടിയെങ്കിലേ പറ്റുള്ളൂ. അത് പറയാൻ കാര്യം മോനെ എന്ന് വിളിച്ചാണ് സംസാരിച്ചതെന്നാണ് പറയാനുള്ള കാരണം തന്നെ അവരല്ല. അതിൻ്റെ കാരണം മധുസൂദനൻ എന്ന് പറഞ്ഞ മുൻ കൗൺസിലർ, BJPയുടെ കൗൺസിലർക്ക് ഈ അസൗകര്യം അറിയായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞ് ഈ മേയറുടെ ഈ ഓഫീസ് നമുക്ക് മാറ്റി കിട്ടിയാൽ നമുക്ക് MLA യുടെ ഓഫീസ് മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ നിന്ന് മാറ്റി കിട്ടിയാൽ നമുക്ക് വളരെ ഗുണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ് ഇത്. സാധിക്കുമോ എന്ന് ചോദിച്ചതാണ്. എന്നിട്ട് അതിന് പ്രശാന്ത്, കാരണം ഇനി ചിലപ്പോൾ വട്ടിയൂർക്കാവിൽ വരാൻ പോകുന്ന ഒരു പ്രതിയോഗി എന്ന് പറയുന്നത് ശ്രീരേഖ ആയിരിക്കും എന്നുള്ള കണക്കൂട്ടലിലാണ് അദ്ദേഹം തട്ടിയത്. ഒരു ഭയങ്കരമായ ധാർഷ്ട്യക്കാരി, പിടിച്ചടക്കൽക്കാരി എന്നൊക്കെ രീതിയിൽ. ഇന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മേയറുടെ പദവി ഉപയോഗിക്കുന്ന DGP എന്നാണ്. എന്ന് വെച്ചാൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ശ്രീരേഖ എന്ന് പറയുന്ന കൗൺസിലർ നാളെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയാണെങ്കിൽ പ്രശാന്തിനൊരു ഭീഷണിയാകുമോ, ഈ ഭീഷണി മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെ ഒന്ന് ടാർണിഷ് ചെയ്യാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. അതിൽ അക്ഷരാർത്ഥത്തിൽ അവർ വീണുപോയി എന്നുള്ളതാണ്. കാരണം ഒന്ന്, മേയർ കൗൺസിലർ എന്ന സ്ഥാനത്തിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഓഫീസ് കൊടുക്കാൻ അവർക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ്. കൗൺസിലർമാർ, അത് ബാക്കി ഒരു കൗൺസിലർമാർക്കും ഇല്ല ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ട്. അവർക്കെല്ലാം അവരുടേതായ സ്ഥലം കിട്ടുന്നുണ്ട്. അവിടെ ഒന്നും ഒരു MLA കയറി പിടിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് 14 MLA-മാരുള്ളതിൽ 13 LDFിൻ്റെ കയ്യിലാണ്. അവരാർക്കും ഈ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. പ്രശാന്തിനൊഴിച്ച് വേറെ കിട്ടിയിട്ടില്ല. പ്രശാന്ത് മുൻ മേയർ ആയിരുന്നപ്പോൾ കിട്ടിയ ഒരു ആനുകൂല്യമാണിത്. ശരിക്കും അത് കോർപ്പറേഷനെ വെച്ച് മിസ്യൂസ് ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുള്ളതാണ് BJPയുടെ പരാതി. അപ്പോൾ അത് ഒന്ന് മാറ്റി തന്നുകൂടെയും ചോദിച്ചപ്പോൾ അത് ഇത്ര വലിയ വിവാദമാക്കിയത് എന്തിന് എന്നുള്ളതാണ് പ്രശ്നം.